500 രൂപ അമ്മര് വെച്ചടിക്കും. വെച്ചടിച്ചിട്ട് 2500 രൂപ 3000 രൂപയൊക്കെ അമ്മര് വാങ്ങിച്ചിട്ട് 500 രൂപയുടെ രസീത് കഴിച്ചത് ബാക്കി അമ്മമാർക്കാണ്. ഭയങ്കര സ്വഭാവമുണ്ട് കർണാടകക്കാർക്ക്. എന്താ പറയാ, ഒരു വണ്ടി തട്ടിക്കഴിഞ്ഞാലേ അങ്ങനെ ബില്ല് കിട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഈ കമ്പനിയിൽ നിന്ന് ഇറങ്ങി മെയിൻ റോഡിൽ വരെ കയറുന്നിടം വരെ ശ്വാസം പിടിച്ച് വേണം പോകാൻ. റോഡ് വളരെ മോശം. ഇപ്പൊ ഇവിടെയൊക്കെ കുഴപ്പമില്ല, ഇവിടെയൊക്കെ നല്ല കോൺക്രീറ്റ് ഇട്ട് വെച്ചിരിക്കുക. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ റോഡ് വളരെ മോശമാണ്. ഇപ്പൊ നമ്മൾ ഈ കെട്ടൊക്കെ നല്ല സെറ്റപ്പായിട്ട് കെട്ടി എല്ലാം റെഡിയാക്കി വെക്കും. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ കട്ടറിലൊക്കെ വീണിട്ട് ഇങ്ങനെ ആടി വരുമ്പോഴേ ഈ ഇതിലിരിക്കുന്ന മെറ്റീരിയൽ എന്ത് ചെയ്യുന്നറിയോ, മെറ്റീരിയൽ കുറച്ച് താഴോട്ട് സെറ്റാവും. ഇതിലൂടെ ഇരുത്തി കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, ഇല്ല കെട്ട് അങ്ങോട്ട് ലൂസാവും. പിന്നെ രണ്ടാമത് അഴിച്ചു കെട്ടണം. ഇവിടുന്ന് ലോഡ് എടുത്തോണ്ട് പോകുമ്പോൾ സ്ഥിരം ഉള്ളൊരു കാര്യമാണ്. ഇങ്ങനൊരു അവസ്ഥയാണ്. ഇത് മലയാളിയുടെ കടയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇവിടെ 1-2 കടയുള്ളൂ. ആ ഒരു ഹോട്ടലേ ഉള്ളൂ. പിന്നെ വേറെ ചെറിയ വെട്ടിക്കടയൊക്കെ ഉള്ളു. അതുകൊണ്ട് ഈ കിടക്കുന്ന ലോറികളെല്ലാം ഇവിടെ ലോഡ് എടുക്കാൻ വേണ്ടി വന്ന് കിടക്കുന്നതാണ്. 2-3 ദിവസമൊക്കെ കിടന്നതിന് ശേഷം ഇവിടുന്ന് ലോഡ് കിട്ടുന്നില്ല. ഈ ഗട്ടർ കണ്ടില്ലേ, ഇതിൽ വീഴുമ്പം തന്നെ നമ്മുടെ ലോഡങ്ങ് സെറ്റാവും താഴോട്ട്. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്ന് ലോഡ് എടുത്തിട്ട് കുറച്ചും കൂടി വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കിപ്പോണ്ട് കയറെല്ലാം കൂടെ കിടന്ന് ആടി കളിക്കുക. ലൂസായി പോയി. നല്ല സെറ്റാക്കി കെട്ടി വെച്ചിരുന്നു. പിന്നെ അഴിച്ച് പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ വേറെ കയറൊക്കെ ഇട്ട് ടെമ്പർ ചെയ്ത് നിർത്തി. ഒരു പരുവത്തിന് വഴി നിർത്തിയിട്ട്. അതാണ് ഇതിന്റെ ഒരു കാര്യം. വേറൊരു ലോഡ് പോലല്ലേ. മെയിൻ റോഡിൽ കയറുന്നതിന് പുറമിച്ച് ഇറങ്ങിയിട്ട് എല്ലാം ഒന്ന് പരിശോധിക്കണം. കയറ് എത്രമാത്രം മുറുകെയാണ് നിൽക്കുന്നതെന്നുള്ളത് നോക്കണം. ഇവിടെ എല്ലാം കമ്പനികളാണ്, പല കമ്പനികളാണ്. വണ്ടിക്കാരൻ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരുന്നുണ്ട്. നമുക്ക് മര്യാദയ്ക്ക് അവിടെ നടത്താമായിരുന്നു. ഇവിടെയൊക്കെ ഇച്ചിരി വണ്ടി കുറവുണ്ട്. നേരത്തെയൊക്കെ ഇതിന് മുമ്പൊക്കെ ഇവിടെ എല്ലാം വണ്ടികളിങ്ങനെ ക്യൂ കിടക്കുമായിരുന്നു, ലോറികൾ. കേരളത്തില് മഴയാണെങ്കിലോ കച്ചവടം കുറവാണെങ്കിലോ ഇവര് പൊതുവെ ഇവരുടെ മെറ്റീരിയൽ തന്നെ അവർ ഷോർട്ടാക്കിയത്. മെറ്റീരിയൽ പണിയത്തില്ല അവർ. കാരണം കേരളമാണ് ഇതിന്റെയൊക്കെ മാർക്കറ്റ്. ഇതുണ്ട് ഈ റോഡുണ്ട്, ഈ റോഡിന്റെ കോലമുണ്ട്. ചരിവ് വരാൻ സാധ്യതയുണ്ട്. ഈ ചരിവ് വരുന്ന ഭാഗത്തെ വരുമ്പോൾ നമുക്ക് ടെൻഷനാണ്. കാരണം ഈ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്, ഈ സപ്പോർട്ട് ഈ കുത്തുകാല് വെക്കും. സപ്പോർട്ട് പൈപ്പ് പീസ് വെച്ചിട്ടാണ് അതിനകത്ത് ലോഡിൽ താങ്ങി നിർത്തുന്നത്. അപ്പൊ ഈ ചരിയുന്ന സമയത്ത് ഈ സപ്പോർട്ടിനകത്തായിട്ടായിരിക്കും ലോഡ് പോകുന്നത്. ഈ കോയിലെല്ലാം ആ കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി കിടക്കുന്ന വണ്ടികളെല്ലാം ഇലക്ട്രിക്കാ കേട്ടോ. ഇലക്ട്രിക് വണ്ടികളാണ്, ട്രെയിലറുകൾ. ഈ ലോഡ് ആ റോഡിൽ കയറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിൽ ചെല്ലുന്നിടം വരെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതാണ് ഈ റോഡിന്റെ ഒരു പ്രത്യേകത. ഏകദേശം ഒരു 20-25 ടണ്ണിനകത്ത് വെയിറ്റ് ഉണ്ട് ഈ സാധനം. 20 ടണ്ണ് കാണും കോയിൽ. കെട്ടിന് വലിയ പ്രശ്നമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കണ്ടിട്ട് കയറുകളൊന്നും ചലിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ കയറൊക്കെ ആടി കളിക്കണം.
സൂക്ഷ്മം നിരീക്ഷിച്ചോണ്ടിരിക്കുക ഞാൻ. അയ്യോ അയ്യോ അയ്യോ, കല്ല് നിൽക്കുന്നുണ്ട്. കല്ല് ശ്രദ്ധിച്ചു വന്നില്ലെങ്കിൽ ടയർ ബലൂൺ പൊട്ടുന്നതാണ് കൂട്ടും. തൃശ്ശൂർക്കാര് പറയാം നമുക്ക് ടപ്പെന്ന് പൊട്ടിയപ്പോ. എവിടെ വീട്? തൃശ്ശൂരാണ്. കോയിൽ കൊണ്ടുവന്ന വണ്ടിക്ക് അതായത് ഉണ്ട് ആ ഒരു കനാല് പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്, അതിനകത്താണ് കോയിൽ ഇറക്കി വെക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഉരുണ്ടങ്ങ് പോവും. നേരെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധനമൊക്കെ അതിൻ്റെ അടിയിൽ വെച്ച് ഓട് വെച്ച് നിർത്തണം. ഓൾറെഡി കമ്പനി തന്നെ ഒരു കനാല് പോലെ പണിഞ്ഞു വെച്ചിരിക്കും. അതിനകത്ത് നിന്നോളും. സാധനങ്ങളെ ഉരുണ്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ തവിട് പൊടിയായി പോകും വണ്ടി. ഈ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു വണ്ടി ഉസൂർ ഏരിയയിൽ വന്ന് ഹമ്പ് കണ്ടോണ്ട് ബ്രേക്ക് ഔട്ട് ചെയ്തതാണ്. ഫ്രണ്ടിൽ പോയ വണ്ടി. ഇയാള് കുറെ വന്ന് ബ്രേക്ക് ഔട്ടിയപ്പോഴത്തേക്ക് വണ്ടി ഈ സാധനം ഇളകി ഉരുളാൻ തുടങ്ങി. ബാക്കിൽ നിന്ന് ചങ്ങലയൊക്കെ പൊട്ടിച്ച്. എന്തായാലും ആ വണ്ടി ട്രെയിലറായിരുന്നു, എല്ലടിച്ചു. എല്ലടിച്ച് ഈ ലോഡ് 2 കോയിലുണ്ടായിരുന്നു. ഒരു കോയിൽ അപ്പുറത്തോട്ട് 2 സൈഡിലോട്ട് അങ്ങ് വീണ്. എന്തായാലും ക്യാബിന്റെ പുറത്ത് വീണില്ല, രക്ഷപ്പെട്ടാൽ. അല്ലെങ്കിൽ അവനെ കിട്ടത്തില്ലായിരുന്നു. ഈ റോഡ് ഇവന്മാരെന്ത് വാശിക്ക് ഇത് നന്നാക്കാതെ ഇട്ടിരിക്കുകയാണ്. നമ്മൾ കേരളത്തിലെ പല റോഡുകളും കുറ്റം പറയാറുണ്ട്. പക്ഷേ കർണാടകത്തിലെ റോഡ് ഒരു വിധപ്പെട്ടത് അവർ തിരിഞ്ഞു നോക്കാതിട്ടിരിക്കും. ഇവിടുന്ന് മാടൂര് വഴി ഹോസ്കോട്ടയ്ക്ക് ഒരു റോഡുണ്ട്. ആ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുടല് നിറയെ കയറും. അമ്മാരി കുഴിയാ ആ കാണുന്നത്. ഹൈവേ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന റോഡ്. നമുക്ക് വലത്തോട്ടാ തിരിയേണ്ടത്. വലത്തോട്ട് തിരിഞ്ഞ് പോകണം. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ. ാരും ബ്രേക്കേ വിടത്തില്ല. കുത്തിഞ്ഞ് കയറ്റത്തേ ഉള്ളൂ. അവിടെ ചിലപ്പോൾ കൊണ്ടുവന്ന് ഇരിക്കുകയും ചെയ്യും. ഭയങ്കര സ്വഭാവമുണ്ട് കർണാടകക്കാർക്ക്. എന്താ പറയാ, ഒരു വണ്ടി തട്ടിക്കഴിഞ്ഞാലേ നമ്മുടെ തലയിലോട്ട് എടുത്ത് വെച്ച് തരും ആ കംപ്ലൈന്റ്. എന്നിട്ട് അതിനകത്തിരിക്കുന്ന പെണ്ണുങ്ങൾ ഉൾപ്പെടെ, അമ്മച്ചിമാരുൾപ്പെടെ ചാടി ഇറങ്ങി ഈ ഡ്രൈവറെ പഞ്ഞിക്കിടും. അതാണ് ഇവരുടെ ഒരു പരിപാടി. ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. റോഡിൽ ചെറിയ തട്ട് കെട്ടിയിട്ട് ഒരു തവണ ഞാൻ കോയമ്പത്തൂർ വെച്ചു. അത് ഇവിടെ അല്ല, കർണാടകത്തിലല്ല, കോയമ്പത്തൂർ വെച്ചിട്ട് കോയമ്പത്തൂർ എല്ലാണ്ടി സിഗ്നല് ആ ഭാഗത്ത് ഭയങ്കര തിരക്ക്. അപ്പൊ ഒരു ട്രെയിലറുകാരന്റെ ആ സൈഡിൽ കൂടെ കുത്തി കയറ്റിയ ഒരു വണ്ടി, ഒരു ഇന്നോവ വണ്ടിയാണ്, ഇന്നോവ ടാക്സി വണ്ടിയാണ്. അവൻ അലോ കൂടെ കുത്തി കയറ്റി ആ മൂലയ്ക്ക് കൊണ്ടുവന്ന് നിർത്തി. ഈ വണ്ടി മൂവിങ്ങാണ്, പയ്യെ പോയിക്കൊണ്ടിരിക്കുക. ആ സൈഡ് തട്ടി. ആ വണ്ടിക്കാരന്റെ ഈ ട്രെയിലറുകാരന്റെ സൈഡ് തട്ടി. അവനിക്ക് ആ സൈഡ് ബ്ലൈൻഡ് സ്പോട്ട് അവിടെ കാണാൻ പറ്റത്തില്ല. എല്ലാം എന്നോട് അവരുടെ തോളയിലും കയറിയില്ലേ. ഞാന് അതിന് ആ സിഗ്നൽ എത്തുന്നതിന് തൊട്ട് മുന്നേ ടോളുണ്ട്. ആ ടോളിന്റെ അടുത്ത് ചെന്നപ്പം യവന്റെ കസർത്ത് ഞാൻ കണ്ടതാ. എന്റെ ഇടയ്ക്കൂടെ കുത്തി കയറ്റി അവൻ ടോള് പാസ്സായി മുമ്പോട്ട് വന്ന വണ്ടിയാ. അപ്പൊ ഞാനും ഈ തട്ടിയ വണ്ടിയായിട്ട് ഒപ്പത്തിനൊപ്പം വന്നു. ഞാനല്ല അന്നേരം വണ്ടി ഓടിക്കുന്ന, ഞാൻ അളിയനുപ്പുറത്തിൽ ഓടിക്കുന്ന. ഞാൻ അവിടെ ഇരിക്കുക. അപ്പൊ ആ സൈഡിൽ വണ്ടി സ്ലോ ആയപ്പം ഞാൻ തലയിട്ട് ഞാൻ പറഞ്ഞു പിന്നെ അവരുടെ കുഴപ്പമാണ്, വണ്ടി എല്ലാം കൂടെ കുത്തി കയറ്റി കൊണ്ടുവന്ന് തട്ടിയാന്ന് പറഞ്ഞു. അതുവരെ അവര് ആ ഡ്രൈവറെ ഇങ്ങനെ, അതായത് കടിച്ചു കീറി തിന്നുന്ന ഒരു പരുവത്തില് എല്ലാരും കൂടെ ആക്രമിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഒരു അമ്മച്ചി, ഞാൻ പോയാൽ ന്യായമൊന്നും പറയണ്ടാന്ന് അവരുടെ തലയിലോട്ട് എടുത്ത് വെച്ചു കൊടുക്കാൻ.
ഞാൻ അതോടെ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ മറ്റേ ലോറി ഡ്രൈവർ അവനിക്ക് കുറച്ചുകൂടെ സപ്പോർട്ടായി. വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാം. ശരിക്കും അവർക്ക് ഭൂരിപക്ഷം ആൾക്കാർ സപ്പോർട്ട് നിൽക്കുന്ന ഭാഗങ്ങളിലാണെങ്കിൽ അതിലാ ന്യായം ജയിച്ചിരിക്കും. അതാണ് അവരുടെ ഒരു പോളിസി. കട്ടിക്ക് ചവിട്ടാൻ പറ്റത്തില്ല. ഇതല്ല ഈ വണ്ടി ക്രോസ് കുത്തിക്കണം. കട്ടിക്ക് ചവിട്ടിയാൽ നമ്മുടെ ലോഡെല്ലാം കൂടെ ഇനി വേണ്ടി വരും. അയ്യോ വെട്ടിയാട്ടോക്കാരൻ എന്നാ കാണിക്കും. ടണ്ണേജ് കുറവാ. പേയ്മെന്റ് വെയിറ്റ് ഒന്നുമില്ല. 20 ടണ്ണേ ഉള്ളൂ. ടണ്ണേജ് കുറവാണെങ്കിലും ജോലിയെല്ലാം ഒന്നല്ല. ഇത് തൃശ്ശൂർ ബാംഗ്ലൂർ, സേലം ബാംഗ്ലൂർ ഹൈവേ. നേരെ പോയി കഴിഞ്ഞാൽ സേലം. നേരെ പോകേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടെ അങ്ങോട്ടെല്ലാം പോയൊരു ബ്രിഡ്ജ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് റൈറ്റ് കയറി വേറെ റൂട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ കർണാടകയുടെ ചെക്ക് പോസ്റ്റ്, RTO ചെക്ക് പോസ്റ്റ്. അത് കൊള്ളക്കാരാണ് തിരിക്കുന്നത്. കൊള്ളക്കാര് കണ്ടമാനം പൈസ അവന്മാരടിച്ചു മാറ്റും. നമ്മളൊക്കെ ഈ എന്തെങ്കിലും ലോഡ് വരുവാണെങ്കിൽ ഇവിടെ കയറണം. ഇവിടെ കയറിയിട്ട് അവർ പരിശോധിക്കും. അതുപോലെ ഹൈറ്റ് വരെ അവർ പരിശോധിച്ച് പിന്നെ അതിന് ഫൈൻ അടപ്പിക്കും. ഫൈൻ എന്തുവാ? ഫൈൻ ഇച്ചിരി എന്തെങ്കിലും ഫൈൻ അടച്ചിട്ട് ബാക്കി പൈസ അമ്മമാരെ കിടക്കത്തുള്ളൂ. 500 രൂപ അമ്മമാർ വെച്ചടിക്കും. വെച്ചടിച്ചിട്ട് 2500 രൂപ 3000 രൂപയൊക്കെ അമ്മമാർ വാങ്ങിച്ചിട്ട് 500 രൂപയുടെ രസീത് എഴുതി ബാക്കി അമ്മമാർക്കാണ്.